വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോയുടെ 2024 ജൂലൈ സെഷൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇഗ്നോയ്ക്കകത്ത് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, UG, PG അങ്ങനെ കുറേ എണ്ണമുണ്ട്. അതിനകത്തുള്ള ഒരു പ്രോഗ്രാമാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ടാവും 6 മാസത്തെ ഡിഗ്രി ഉണ്ടോ, 1 വർഷത്തെ ഡിഗ്രി ഉണ്ടോ എന്നൊക്കെ. ഡിഗ്രി എന്ന് പറയുന്നത്, അതായത് അണ്ടർ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ളത് 3 ഇയറും 4 ഇയറും ഒക്കെ തന്നെയാണ്. നിങ്ങൾക്ക് 2 ഇയറോ 1 ഇയറൊക്കെയാണ് നിങ്ങൾക്ക് ഡിപ്ലോമ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ 6 മാസം ഒരു വാലിഡിറ്റി ഉള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഇഗ്നോർ പറയുന്ന പേരാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഷോർട്ട് ടേം ഡ്യൂറേഷൻ പ്രോഗ്രാംസ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ, 6 months വാലിഡിറ്റി ആണുള്ളത്. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസംബറിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി, പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി. അത്രയും ഷോർട്ട് ടേം ഡ്യൂറേഷനിൽ എടുക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ്, ഫീസൊക്കെ എത്ര വരും നമുക്ക് നോക്കാം. നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം 2 ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും. അപ്പോൾ ഇതിൽ തമ്മിൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും 6 month ഡ്യൂറേഷനുള്ള പ്രോഗ്രാം തന്നെയാണ്. പക്ഷേ PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയെങ്കിലും വേണം. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതേസമയം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ചിലതിൽ 10th ആയിരിക്കും ക്വാളിഫിക്കേഷൻ ആവുക. മിക്കവാറും +2 അല്ലെങ്കിൽ +2 ഈക്വലൻ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാം. ചില പ്രോഗ്രാമിന് മാത്രം ഡിഗ്രി ഉണ്ടെങ്കിലാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഏതൊക്കെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമൊക്കെയാണ് കൊടുക്കുന്നത് നമുക്ക് താഴത്തേക്ക് നോക്കാം. ഇവിടെ ഇഗ്നോ കോമൺ പ്രോസ്പെക്ടസിൻ്റെ 47ാമത്തെ പേജിനകത്ത് ഇവിടെ കാണും പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കോഴ്സിൻ്റെ പേരും അതുപോലെ കോഴ്സിൻ്റെ കോഡ്, മീൻസ് പ്രോഗ്രാമിൻ്റെ കോഡ്, പിന്നെ എന്താണ് നമ്മുടെ എലിജിബിലിറ്റി എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. മിക്കതിലും ഗ്രാജുവേഷൻ തന്നെ വേണം. ഗ്രാജുവേഷനും അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്യൂറേഷൻ വന്നിട്ടുള്ളത് 6 months ആണ്. ഈ 6 monthsൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഡ്യൂറേഷൻ ഉള്ളത് 2 years ആണ്. അതായത് 2 yearsൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അപ്പോൾ മിനിമം ഡ്യൂറേഷനും 6 monthsഉം മാക്സിമം ഡ്യൂറേഷൻ 2 yearsഉം ആണ് വരുന്നത്. ഇനി അങ്ങോട്ടാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് വന്നിട്ടുള്ളത്. മിക്കതിലും ക്വാളിഫിക്കേഷൻ വന്നിട്ടത് +2 ഓർ ഇറ്റ്സ് ഈക്വലൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. സെയിം ഡ്യൂറേഷൻ 6 monthും മാക്സിമം 2 yearsഉം തന്നെയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഫീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫീസിൻ്റെ പുറമേ ആയിട്ട് നമ്മൾ 300 രൂപ പ്രോസസ്സിംഗ് ചാർജും 200 രൂപ ഡെവലപ്മെൻറ്റ് ചാർജസും കൊടുക്കണം. അത് ഏതൊരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിലും അഡീഷണൽ 500 നമ്മൾ കൊടുക്കണം ഈ ഒരു പ്രോഗ്രാം ഫീയുടെ പുറമേ ആയിട്ട്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമുക്ക് ഒരിക്കലും സ്പ്ലിറ്റ് ചെയ്തിട്ട് അടയ്ക്കാൻ പറ്റില്ല. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ എമൗണ്ട് അടയ്ക്കണം. കാരണം 6 മാസത്തെ കോഴ്സാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോഴേ നമ്മൾ ഫുൾ അഡ്മിഷൻ ഫീ പേ ചെയ്യണം. പിന്നെ ചില പ്രോഗ്രാമിനൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് സർട്ടിഫിക്കറ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഡിഗ്രി പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടുമിക്ക പ്രോഗ്രാമിനും +2 അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആണ്. പക്ഷേ ചിലതിന് ഈ പറഞ്ഞ പോലെ ഡിഗ്രി ചോദിക്കും, ചിലപ്പോൾ എക്സ്പീരിയൻസ് ചോദിക്കും. ചിലതിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ 10th പാസ്സായാൽ മതി എന്നുള്ള രീതിയിൽ, അതായത് അഡൾട്ട് വിത്ത് 10th പാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതായത് +2 ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാം. അങ്ങനെ കുറേ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഇഗ്നോയ്ക്കകത്ത് പഠിക്കണം, ഏറ്റവും ഡ്യൂറേഷൻ കുറഞ്ഞത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എടുക്കാവുന്നതാണ്. നിങ്ങളുടെ എലിജിബിലിറ്റി എന്താണോ ആ എലിജിബിലിറ്റിക്ക് അനുസരിച്ചുള്ള കോഴ്സ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ഇത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിനകത്തും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു പ്രോസ്പെക്ടസ് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇഗ്നോലെറ്റ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് മാത്രമേ ഉള്ളൂ കേട്ടോ. വാട്സപ്പിനകത്തേക്ക് കോൾ ചെയ്യാനോ നോർമൽ കോൾ ചെയ്യുകയോ ചെയ്യരുത്, കാരണം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് ത്രൂള്ള മെസ്സേജസിലൂടെയാണ് നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.